PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 109/2024 പ്രകാരം കേരള PSC നടത്തിയ ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. മാലിദ്വീപ്. രണ്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, VP മേനോൻ. VP മേനോൻ. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ബ്രസൽസ്. 1949 നാറ്റോ രൂപീകൃതമായത്. നിലവിൽ 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത്. 31ാമത്തെ അംഗരാജ്യമാണ് ഫിൻലാൻഡ്. 32ാമത് ചേർന്ന അംഗരാജ്യമാണ് സ്വീഡൻ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. മാർക്ക് റൂട്ടെ. നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതുപോലെ യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഇതും രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ സമത്വ സമാജം രൂപീകരിച്ചത് ആരാണ്? സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളും സഹോദര പ്രസ്ഥാനം രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പനുമാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉം. ഓപ്ഷൻ സി, 2ഉം 4ഉം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അതുപോലെ പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതൊക്കെയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ്, ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം. ആറാമത്തെ ചോദ്യം: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-മനാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-മനാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻ്റോയിനറ്റാണ്. മേരി ആൻ്റോയിനറ്റാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 14-മൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-മനാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഏഴാമത്തെ ചോദ്യം: പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്?
പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. എട്ടാമത്തെ ചോദ്യം. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് നഗരത്തിലൂടെ. ഗ്രീൻവിച്ച് നഗരത്തിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഒമ്പതാമത്തെ ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഉത്തരായന രേഖ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. അതായത് ഉച്ചമധ്യേ രജപുത്രി ഗമിക്കുന്നു. ഉച്ചമധ്യേ രജപുത്രി ഗമിക്കുന്നു. ഉ പറഞ്ഞാൽ ഉത്തരായന രേഖ. ഛത്തീസ്ഗഡ്. മധ്യേ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ്. രാജസ്ഥാൻ. ജാർഖണ്ഡ്. പശ്ചിമ ബംഗാൾ. ത്രിപുര. ഗുജറാത്ത്. മിസോറം. അപ്പോൾ നമുക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഗുജറാത്ത്, മിസോറം എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 10ാമത്തെ ചോദ്യം. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക. എൽ നിനോ പ്രതിഭാസം തെക്കേ അമേരിക്കയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 11ാമത്തെ ചോദ്യം. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂ. ഉത്തരം ഓപ്ഷൻ ബി ലൂ. ഉത്തരം ഓപ്ഷൻ ബി ലൂ. 12ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ. 13ാമത്തെ ചോദ്യം. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. 14ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉള്ള വർധനവ്. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉള്ള വർധനവ്. അതുപോലെ വരുമാനത്തിലുള്ള വർധനവ്. വരുമാന വർധനവ്. അതുപോലെ തന്നെ തൊഴിൽ വർധനവ്. ഇവയെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. 15ാമത്തെ ചോദ്യം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അഥവാ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ. അതുപോലെ കുറഞ്ഞ വേതന നിരക്ക്. 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ. വ്യാവസായിക വൽക്കരണത്തിൻ്റെ അടിത്തറ, വ്യാവസായിക വൽക്കരണത്തിൻ്റെ അടിത്തറ. അതുപോലെ പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. 17ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നത്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 18ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗിൻ്റെ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ്ഘടനയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നത് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യമാണ്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതുപോലെ വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾക്കും ഭിന്നശേഷിക്കാർക്കുമാണ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി എബോവ്. 3 പ്രസ്താവനകളും ശരിയാണ്. 21ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാന്മാരായിരുന്നു. ഇത് ശരിയാണ്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാന്മാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേതാണ്? ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 2 and 3. അതായത് മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, ഇവ രണ്ടും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓൺലി 2 and 3. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ, ഇവ രണ്ടും കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഉത്തരം ഓപ്ഷൻ ബി, ഓൺലി 2 and 3. 25ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓൺലി 1 and 3. അതായത് സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയിലെ 19ാം വകുപ്പിൽ ഉൾപ്പെടുന്നതാണ്. 26ാമത്തെ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 27ാമത്തെ ചോദ്യം,
കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. അതുപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ബ്രിട്ടനും ഇന്ത്യയും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്. 28ാമത്തെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇത് ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. ഇതും ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. 29ാമത്തെ ചോദ്യം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും ശരിയാണ്. 30ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി only 1 and 3. അതായത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി only 1 and 3. 31ാമത്തെ ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ഓൾ ഓഫ് ദ എബോവ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 32ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം only 1 and 2. അതായത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 33ാമത്തെ ചോദ്യം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ only 1 and 3.
അതായത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണർ. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 34-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ഇവയെല്ലാം മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. 35-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. വിറ്റാമിൻ B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ B1 അഥവാ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 36-ാമത്തെ ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു മഴക്കാടുകൾ. 37-ാമത്തെ ചോദ്യം. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. അപൂരിത കൊഴുപ്പ്. അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. 38-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 39-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. ഉത്തരം ഓപ്ഷൻ സി. അയോർട്ട. 40-ാമത്തെ ചോദ്യം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഏതുതരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ഈഡിസ് ഈജിപ്തി. 41-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയായ WHO ആസ്ഥാനമാണ് സ്വിറ്റ്സർലൻഡ്. 42-ാമത്തെ ചോദ്യം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അതുപോലെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 43-ാമത്തെ ചോദ്യം. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി. 1:1. 44-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ. അതായത് വായു. ആദ്യം വരുന്നത് വായു, പിന്നീട് ശുദ്ധജലം, പിന്നീട് സമുദ്രജലം. ആദ്യം വരുന്നത് വായു, പിന്നീട് ശുദ്ധജലം, പിന്നീട് സമുദ്രജലം എന്നീ ക്രമത്തിലായിരിക്കും. 45-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 1%. 1%ആയിരിക്കും. 46-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 47-ാമത്തെ ചോദ്യം.
താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, അമോണിയ. അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. 48ാമത്തെ ചോദ്യം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം ഓപ്ഷൻ ഡി, സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. 49ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിക്കാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. 50ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമാണ് ബാംഗ്ലൂര്. ഉത്തരം ഓപ്ഷൻ ബി, ബാംഗ്ലൂര്. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.